മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞ അപകടം. തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ വള്ളമാണ് മറിഞ്ഞത്. കടലിൽ ഒഴുകിപ്പോയ വള്ളം തിരികെ കൊണ്ടുവരുന്നതിനിടെ പാറക്കല്ലിലിടിച്ച് തൊഴിലാളി കടലിൽ വീണു. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. സലിം, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ ഷഫീദ് റാവുത്തർ ഈ വാർത്ത ചെറുതായെന്ന് സൂചിപ്പിച്ചിരുന്നു. സ്മിത ക്രിസ്റ്റീന, ആ വാർത്ത, അതായത് മുതലപ്പുഴയിൽ ഇന്ന് രാവിലെ 6:45 ഒരു വള്ളം അപകടത്തിൽപ്പെട്ടത്. 60-കാരനായ ഔസേപ്പ് എന്ന ആളുടെ വള്ളം അപകടത്തിൽപ്പെടുകയായിരുന്നു. അതിനുശേഷം ആ വള്ളത്തിലുണ്ടായിരുന്ന 5 തൊഴിലാളികൾ വെള്ളത്തിൽ വീണു. ആ തൊഴിലാളികളെ അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ആ വള്ളം ഈ കടലിൽ വെച്ച് തന്നെ നൂത്തുവെച്ച് അതിനുശേഷം അത് തിരികെ കൊണ്ടുവരികയായിരുന്നു. ഈ വാർത്ത അറിഞ്ഞാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. അതിനുശേഷം ഈ വള്ളം അവിടേക്ക് കൊണ്ടുവരുന്നതിനിടെ ഈ വള്ളം മാത്രം മറ്റൊരു വള്ളത്തിലായി 2 തൊഴിലാളികൾ ചേർന്ന് കൊണ്ടുവരുമ്പോഴാണ് വീണ്ടും ശക്തമായ തിരയിൽപ്പെട്ട ഈ രണ്ടാമതും അവിടെ അപകടം സംഭവിക്കുന്നത്. ഞെട്ടിപ്പിക്കുന്ന അപകടമായിരുന്നു. വലിയ തിരയിൽപ്പെട്ട് വള്ളം ഉയർന്നു പൊങ്ങി തൊട്ടപ്പുറത്തെ പാറക്കല്ലിൽ ചെന്നിടിക്കുകയായിരുന്നു. ചെന്നിടിച്ച് വള്ളം മറിഞ്ഞു. വള്ളം മറിഞ്ഞതിന് ശേഷം ഒരു തൊഴിലാളി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു. അതിന് പിന്നാലെ ആ വള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റു തൊഴിലാളി ഇയാൾ വെള്ളത്തിൽ വീഴുന്നത് ആദ്യം കണ്ടില്ല. പിന്നീട് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്ന അവിടെ ഉണ്ടായിരുന്ന തന്നെ നാട്ടുകാർ ഉടൻ തന്നെ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ വളരെ പണിപ്പെട്ട ഈ തൊഴിലാളിയെ വീണ്ടും ആ വള്ളത്തിലേക്ക് കയറ്റുകയുമായിരുന്നു. അതിനു മുൻപ് ഈ വള്ളം മറിഞ്ഞതനുസരിച്ച് രാവിലെ 6:45 വള്ളം മറിഞ്ഞത് അറിഞ്ഞെത്തിയ പോലീസ് സംഘം സഞ്ചരിച്ച പോലീസിന്റെ വള്ളവും ഉയർന്ന തിരമാലയിൽപ്പെട്ട് മറിയേണ്ടതായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളും 24 ലഭിച്ചിട്ടുണ്ട്. അത് വലിയ തിരമാലയിൽപ്പെട്ട് ചരിഞ്ഞതിന് ശേഷമാണ് നേരെയായത്. പക്ഷെ അപ്പോഴും ആ വള്ളത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മുതലപ്പുഴയിൽ ഈ ഉയർന്ന തിരമാല മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് ആ നിലയിൽ തന്നെ വെള്ളത്തിലേക്ക് 2 തവണയായി 6 പേരാണ് വീണത്. ആദ്യം പോയ 5 പേരും പിന്നീട് ഒരാളും വെള്ളത്തിൽ വീഴുന്ന സാഹചര്യമുണ്ടായി. സ്മിത ക്രിസ്റ്റീന. ശരി, സലിം മാലിക്കാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.